ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുകയായിരുന്നു, ടീച്ചർക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നമ്മുടെ എക്സാമിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന ആദ്യത്തെ ഒരു ആക്ടിവിറ്റി നോക്കാം. ഐ ക്യാൻ എന്നതാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര് കേട്ടോ. നോക്കിക്കേ മക്കളെ, റീഡ് ദി സെൻറ്റൻസസ് ഇൻ ദി ബബിൾസ്, ഫൈൻഡ് ഔട്ട് ഹൂ സെഡ് ഇറ്റ്. കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് ബൈ ചൂസിങ് ദി കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ബോക്സ് ഗിവൺ. എന്താണ് മക്കളെ പറഞ്ഞത്? നമുക്ക് താഴെ കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തത് കണ്ടോ? അതുപോലെ തന്നെ അവരുടെ നേരെ കുറേ ബബിൾസും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ബബിൾസിൽ കുറേ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഓരോന്നും നോക്കിയിട്ട് അവിടെ ഫില്ല് ചെയ്യേണ്ട കറക്റ്റ് ആൻസർ എന്ത് ചെയ്യണം മക്കൾ? താഴെ തന്നിട്ടുള്ള ആ ഒരു ബോക്സിൽ നിന്ന് ചൂസ് ചെയ്യാനാണേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്കവിടെ ക്യാറ്റിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം നോക്കിക്കേ, അവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് എന്തായിരുന്നു? ഐ ആം എ പെറ്റ്, ഐ ക്യാൻ ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ക്യാറ്റിന് എന്ത് ചെയ്യാനാണ് കഴിയുക? താഴെ തന്നിട്ടുള്ള ടേബിൾ നോക്കിക്കേ, റോർ, ഫ്ലൈ, റൺ ഫാസ്റ്റ്, മിയാവ്, സ്വിം. അതിലേതാണ് വരിക മക്കളെ? നമുക്കറിയാം അല്ലേ, മ്യാവ് എന്നത് ക്യാറ്റിൻ്റെ സൗണ്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ മ്യാവ് എന്നുള്ള രീതിയിൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, ബേർഡ് എന്താണ് പറഞ്ഞത്? ഐ ഹാവ് വിങ്സ്, ഐ ക്യാൻ ഡാഷ്. എനിക്ക് ചിറകുകളുണ്ട്, അതുകൊണ്ട് തന്നെ ബേർഡിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ലേ, പറക്കാൻ പറ്റില്ലേ. അപ്പം മക്കൾ അവിടെ ഏത് ചേർത്ത് കൊടുക്കണം? ഫ്ലൈ എന്നത് വേണം ചേർക്കാനായിട്ട്. അടുത്തത് നോക്കിക്കേ മക്കളെ, ഐ ലിവ് ഇൻ വാട്ടർ, ഐ ക്യാൻ ഡാഷ്. ഞാൻ വെള്ളത്തിലാണ് ജീവിക്കുക, എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നീന്താനായിട്ട് കഴിയുമെന്നതാണ് മീൻ പറയാല്ലേ. അപ്പോൾ അവിടെ മക്കൾ ഏത് ചേർക്കണം? സ്വിം എന്നുള്ളത് വേണം ചേർക്കാനായിട്ട്. അടുത്ത നോക്കിക്കേ മക്കളെ, ഏതാണ് ആനിമൽ? നമ്മുടെ ഹോസ് ആണല്ലേ. ഹോസ് എന്താണ് പറഞ്ഞത്? ഐ ആം വെരി സ്ട്രോങ്, ഐ ക്യാൻ ഡാഷ് അല്ലേ. എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റൺ ഫാസ്റ്റ്, വേഗത്തിൽ ഓടാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ്, ഐ ക്യാൻ ഡാഷ്. നമുക്കറിയാലേ നമ്മുടെ ലയൻ്റെ സൗണ്ട് എന്താണ് മക്കളെ? റോർ ആണല്ലേ. അപ്പം നമുക്ക് അവിടെ എന്ത് എഴുതാം? ഐ ക്യാൻ റോർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതുപോലെ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാഠഭാഗത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആനിമൽസിനെയും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇത്തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് കൂടി മറക്കരുതേ. നോക്കിക്കേ മക്കളെ, വാട്ട് ആർ ദേ ഡൂയിങ്, കംപ്ലീറ്റ് ദി സെൻറ്റൻസസ്. മക്കൾക്ക് അവിടെ ഒരു പിക്ചർ തന്നത് കണ്ടോ? ആ ഒരു പിക്ചർ മാറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് കൂടി താഴെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 സെൻറ്റൻസ് ഉണ്ട്. പക്ഷേ മക്കളത് നോക്കിക്കേ, എല്ലാ സെൻറ്റൻസും അവിടെ കംപ്ലീറ്റ് ആണോ? അല്ല അല്ലേ. കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ വിട്ടു പോയിട്ടുള്ള ഭാഗം ആര് പൂരിപ്പിക്കണം? കൂട്ടുകാർ വേണം പൂരിപ്പിക്കാനായിട്ട്. മക്കൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ യൂസ്ഫുൾ ആവുന്ന ഹിൻസൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് താഴെ തന്നിട്ടുള്ള ടേബിളിൽ നിന്ന് മക്കൾ എടുത്തെഴുതിയാൽ മാത്രം മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള പിക്ചർ നന്നായിട്ട് നോക്കുക കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെയാണ് സെൻറ്റൻസ് ആയിട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കാം. ദി ഡാഷ് ഈസ് സ്വിങ്ങിങ്, ദി ഡാഷ് ഈസ് സ്വിങ്ങിങ്. ആരോ ഒരാൾ ഊഞ്ഞാലാടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് മക്കളെ ഊഞ്ഞാലാടുന്നത്? ചിത്രത്തിൽ നോക്കിക്കേ, മങ്കിയാണ് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് വേണം? മങ്കി എന്ന് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ആ ഒരു പേര് നമുക്ക് അവിടെ താഴെ ബോക്സിൽ തന്നിട്ടില്ലേ, അതിൽ നിന്ന് മക്കൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതിയേ. സെക്കൻഡ് സെൻറ്റൻസ് നോക്കിക്കേ, ദി ഡക്ക് ഈസ് ഡാഷ് ഇൻ എ പോണ്ട്. നമ്മുടെ താറാവ് കുളത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പിക്ചർ നോക്കിക്കേ, നീന്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം മക്കൾ അവിടെ ഏത് വേർഡ് വേണം യൂസ് ചെയ്യാനായിട്ട്? സ്വിമ്മിങ് എന്ന വേർഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, തേർഡ് സെൻറ്റൻസ് നോക്കിക്കേ, ദി ബേർഡ്സ് ഡാഷ് ഫ്ലൈയിങ് ഇൻ ദി സ്കൈ. നമ്മുടെ പക്ഷികളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അവിടെ മക്കൾ ഏത് ചേർക്കണം? എന്ന് വേണം ചേർക്കാനായിട്ട്. ദി ബേർഡ് ആർ ഫ്ലൈയിങ് ഇൻ ദി സ്കൈ എന്ന് വേണം മക്കൾ അവിടെ ഫില്ല് ചെയ്യാൻ കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത സെൻറ്റൻസ് നോക്കൂ.
ദ ബിയർ ഈസ് ഡാഷ് ഓൺ ദി റോക്ക്. നമ്മുടെ കരടി ആ ഒരു പാറയുടെ മുകളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതെ, അവിടെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇരിക്കുക എന്നുള്ളതിന് സിറ്റിംഗ് എന്നാണ് പറയാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം? സിറ്റിംഗ് എന്ന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ, ദി ടൈഗർ ഈസ് ഡാഷ്. മക്കൾ നോക്കിക്കേ പിക്ചറിൽ നമ്മുടെ ടൈഗർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ അവിടെ എന്ത് വേണം ചേർക്കാൻ? സ്ലീപ്പിംഗ് എന്ന് വേണം ചേർക്കാൻ. ദി ടൈഗർ ഈസ് സ്ലീപ്പിംഗ്. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ. ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മക്കൾക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ഫാമിലി 1 lakh ഫാമിലി ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാർ കൂടി നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ 1 lakh ഫാമിലിയിലോട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ, ലെറ്റ് സിങ് കംപ്ലീറ്റ് ദി പോയം. ഒരു പോയം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും നമുക്ക് വരുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ആനിമൽസിനെയും അതുപോലെ തന്നെ അവരുടെ സൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ നേരത്തെ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചിട്ടുള്ള ആനിമൽസിനെയും അവരുടെ സൗണ്ട്സിനൊക്കെ ഒന്നുകൂടി ഓർത്തിരിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് വീണ്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. I have a pet. It is a cat. It is so nice. It says meow 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 അല്ലേ. ക്യാറ്റിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അവിടെ 4 ലൈൻസ് തന്നിട്ടുണ്ട്. അടുത്തത് പെറ്റിൻ്റെ പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ. ഏതാണ്? ഡോഗാണ് അല്ലേ. അപ്പോൾ ക്യാറ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മക്കൾ എന്ത് ചെയ്യണം? ഡോഗിനെ കുറിച്ചിട്ടും അവിടെ എന്ത് ചെയ്യണം? വരികൾ ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം നോക്കിക്കേ മക്കളെ. I have a pet. It is a dog. It is so nice. It says bow wow അല്ലേ. നമുക്ക് അവിടെ എന്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി? അഡീഷണലായിട്ട് എന്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി? ആ ഒരു ആനിമലിൻ്റെ സൗണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. മറ്റിതൊക്കെ നമുക്ക് മുകളിൽ ക്യാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പം അവിടെയുണ്ട്. ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പകർത്തി എഴുതിയാൽ മാത്രം മതി. ലാസ്റ്റ് വന്ന് നോക്കിക്കേ മക്കളെ. ഐ ഹാവ് എ പെറ്റ്. നമുക്ക് അതിൻ്റെ പേരെന്താണ്? അവിടെ തന്നിട്ടില്ല അല്ലേ. ആ ഒരു പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണത്? ഒരു ചിക്കാണല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഇറ്റ് ഈസ് എ ചിക്ക്. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് സേസ് ക്ലക്ക് അല്ലേ. നമ്മുടെ ചിക്കിൻ്റെ സൗണ്ട് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ക്ലക്ക് എന്നുള്ളതാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പം ഇത് കുറച്ചൊരു പ്രയാസമുള്ളൊരു പ്രവർത്തനമാണ് അല്ലേ. അപ്പം മക്കളെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആനിമൽസിനെയും അവരുടെ സൗണ്ട്സും ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഡിസ്ക്രിപ്ഷനാണേ. അവിടെ നോക്കിക്കേ മക്കളെ. അവിടെ ഒരു പാരറ്റിൻ്റെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ. മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ തന്നിട്ടുള്ള പാരറ്റിന് കളർ നൽകണം. അപ്പം മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നൗ കംപ്ലീറ്റ് ദി ഡിസ്ക്രിപ്ഷൻ. നമുക്ക് നമ്മുടെ പാരറ്റിനെ കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, കംപ്ലീറ്റ് അല്ല അല്ലേ. കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ആ പാരറ്റിൻ്റെ പിക്ചറൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു തന്നിട്ടുള്ള സെൻറ്റൻസ് മക്കൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നോക്കിക്കേ മക്കളെ. ഡാഷ് എ പാരറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചേർക്കണം? ദിസ് ഈസ് എ പാരറ്റ് അല്ലേ. ഇതൊരു പാരറ്റാണ് എന്ന് നമ്മൾ പറയണം. സെക്കൻഡ് സെൻറ്റൻസ് നോക്കിക്കേ. ഇറ്റ് ഈസ് ഡാഷ്. ഇറ്റ് ഈസ് ഡാഷ്. അതേത് കളറാണ് മക്കളെ? ഗ്രീൻ കളറല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഗ്രീൻ എന്ന് ചേർത്തൂടെ? അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ദി പാരറ്റ് ഹാസ് 2 ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ദി പാരറ്റ് ഹാസ് 2 ഡാഷ്. പാരറ്റിന് എന്തുണ്ട് മക്കളെ? രണ്ട് കാലുകളുണ്ട്, 2 ചിറകുകളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദി പാരറ്റ് ഹാസ് 2 ലെഗ്സ് എന്നോ അല്ലെങ്കിൽ 2 വിങ്സ് എന്നോ അല്ലെങ്കിൽ 2 ഐസ് എന്നോ അങ്ങനെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ കൊടുക്കാം കേട്ടോ. തേർഡ് സെൻറ്റൻസ് നോക്കൂ. ഇറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാരറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? മരത്തിൻ്റെ മുകളിലല്ലേ. അപ്പം നമുക്ക് അതല്ലേ അവിടെ കൂടുതലായിട്ട് എഴുതി ചേർക്കേണ്ടത്. അപ്പം നോക്കിക്കേ. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ഓക്കെ മക്കളെ, ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ. ദി പാരറ്റ് ക്യാൻ ഡാഷ്. നമ്മുടെ പാരറ്റിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും മക്കളെ? പറക്കാനായിട്ട് കഴിയൂലേ. അപ്പം നമുക്ക് അവിടെ ഫ്ലൈ എന്ന് എഴുതി ചേർത്ത് കൊടുത്താൽ പോരെ. ദി പാരറ്റ് ക്യാൻ ഫ്ലൈ. തത്തയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പറക്കാനായിട്ട് പറ്റൂല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. റീഡ് ആൻഡ് കംപ്ലീറ്റ്. സെലക്ട് ഫ്രം ദി ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസസ്. മക്കൾക്ക് അവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. എ റിങ്, ബിഗ്, ലോങ് ലെഗ്സ്, 3 വീൽസ്, എ സ്മോൾ പീക്ക്. അപ്പോൾ എന്ത് ചെയ്യുക?
ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റൻസിലേക്ക് ഏത് വേർഡാണ് മക്കൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള സെൻറ്റൻസ് മക്കളടുത്ത് കംപ്ലീറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യം ഏതിൻ്റെ പിക്ചറാണ്? എലിഫൻറ്റിൻ്റെ പിക്ചറാണ് അല്ലേ. ദി എലിഫൻറ്റ് ഹാസ് ഡാഷ് ഇയേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എലിഫൻറ്റിന് കുഞ്ഞ് ഇയർ ആണോ അല്ലെങ്കിൽ ബിഗ് ഇയർ ആണോ? വലിയ ചെവികളാണല്ലേ. അപ്പം മക്കൾ അവിടെ ഏത് വേണം ചേർക്കാനായിട്ട്? ബിഗ് എന്നുള്ള വേർഡ് വേണം ചേർക്കാനായിട്ട്. സെക്കൻഡ് വൺ നോക്കിക്കേ, ദി ജിറാഫ് ഹാസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ ജിറാഫിന് എന്തുണ്ട് മക്കളെ? നല്ല നീളമുള്ള കാലുകളുണ്ട് അല്ലേ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ബോക്സിലാണെങ്കിൽ ലോങ് ലെഗ്സ് എന്നുള്ള വേർഡ് കൂടി ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏത് തന്നെ സെലക്ട് ചെയ്യാം? ലോങ് ലെഗ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് സെലക്ട് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് ആ സെൻറ്റൻസ് എന്തായിട്ട് കിട്ടും? ദി ജിറാഫ് ഹാസ് ലോങ് ലെഗ്സ് എന്ന് കിട്ടും അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, ദി സ്പാരോ ഹാസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്പാരോൻ്റെ ബീക്ക് നോക്കിക്കേ മക്കളെ, അതിൻ്റെ ചുണ്ട് എങ്ങനെയുള്ളതാണ്? കുഞ്ഞു കൊക്കാണ് അതിനുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദി പാരറ്റ് ഹാസ് സ്മോൾ ബീക്ക് എന്ന് എഴുതാം അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, ദി പാരറ്റ് ഹാസ് ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാരറ്റിന് എന്തുണ്ട് മക്കളെ? ഒരു റിങ് ഉണ്ട് അല്ലേ അതിൻ്റെ കഴുത്തിന് ചുറ്റുമായിട്ട്. അപ്പം മക്കൾ എന്ത് എഴുതുക? ദി പാരറ്റ് ഹാസ് എ റിങ് എന്ന് എഴുതുക. പിന്നെ ലാസ്റ്റ് വൺ നമുക്കൊരു ഓട്ടോറിക്ഷയാണ് തന്നത് അല്ലേ. അപ്പോൾ ആ ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? 3 വീൽസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം എന്ത് ചെയ്യാം മക്കൾ? ആ ഒരു ബോക്സിൽ നിന്ന് 3 വീൽസ് അല്ലേ, ദി ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്കൊരു റിഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നോക്കിക്കേ മക്കളെ, റീഡ് ദി റിഡിൽസ്. Find the correct answers from the box given below. Write the answers in the boxes given. അപ്പോൾ നോക്കിക്കേ, നമുക്ക് റിഡിൽസ് ആണ് കേട്ടോ. കുറച്ച് ക്ലൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള കോളത്തിൽ എഴുതണേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഐ ആം എ ബേർഡ്, ഐ ആം ഗ്രീൻ അല്ലേ. ഞാൻ എന്താണ്? ഒരു പക്ഷിയാണ്. എൻ്റെ കളർ എന്താണ്? ഗ്രീൻ ആണ്. ആ ഒരു ഗ്രീൻ എന്ന് പറയുന്ന കളറ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് വരുന്നത്? അതെ, പാരറ്റ് ആണ് അല്ലേ. സെക്കൻഡ് വൺ നോക്കിക്കേ, ഐ എം എ ബ്ലാക്ക് ബേർഡ്, ഐ ക്ലീൻ യുവർ ഹൗസസ്. ഞാൻ എന്താണ്? ഒരു കറുത്ത കളറുള്ള പക്ഷിയാണ്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ വീടൊക്കെ വൃത്തിയാക്കൂലേ. ആരാണത് മക്കളെ? നമുക്കറിയാം, കാക്കയാണ് അല്ലേ. ക്രൗ എന്നാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐ എം എ ബേർഡ്, ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. ഐ ക്യാൻ സീ അറ്റ് നൈറ്റ് അല്ലേ. എനിക്ക് രാത്രി കാണാനായിട്ട് പറ്റും. ഞാനൊരു പക്ഷിയാണ്. ആരാണ് മക്കളെ? അതെ, ഔളാണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കിക്കേ, ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ്, ഐ ക്യാൻ റോർ. എന്താണ്? ഞാൻ കാട്ടിലെ രാജാവാണല്ലേ. ആ ഒരു ക്ലൂ പറയുമ്പോൾ തന്നെ നമുക്ക് ആളെ മനസ്സിലാകും. ആരാണ് മക്കളെ? കാട്ടിലെ രാജാവ് ആരാണ്? ലയണാണ് അല്ലേ. അപ്പോൾ ലയണിൻ്റെ സൗണ്ട് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഐ ക്യാൻ റോർ എന്നും കൂടി അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ആഡ് മോർ ലൈൻസ്. നോക്കിക്കേ, അവിടെ നമുക്കൊരു പോയം തന്നിട്ടുണ്ട്. തന്നതൊന്ന് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം അല്ലേ. ക്യാറ്റ് ക്യാറ്റ് ക്യാറ്റ്, ക്യൂട്ട് വൈറ്റ് ക്യാറ്റ്, മൈ പെറ്റ് ക്യാറ്റ്, ക്യാറ്റ് ക്യാൻ റൺ. ക്യാറ്റിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് അല്ലേ. അടുത്ത് നോക്കിക്കേ, ഡോവ് ആണ് അല്ലേ. ഡോവ് ഡോവ് ഡോവ്, ക്യൂട്ട് ഗ്രേ ഡോവ്, മൈ പെറ്റ് ഡോവ്, ഡോവ് ക്യാൻ ഫ്ലൈ അല്ലേ. ഇത് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പോയം തുടർന്ന് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ള ആനിമലിനെ കുറിച്ചിട്ട് ഇതേ രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ള അതേ പാറ്റേൺ തന്നെ നമുക്ക് എഴുതാം അല്ലേ. 3 വരി നമുക്ക് ശരിക്കും അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഡോഗിനെ കുറിച്ച് നമുക്കൊന്ന് എഴുതാം. ഡോഗ് ഡോഗ് ഡോഗ്, ക്യൂട്ട് വൈറ്റ് ഡോഗ്. അവിടെ മക്കൾക്ക് ഇഷ്ടമുള്ള കളറ് മാറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ടീച്ചർ ഇവിടെ വൈറ്റാണ് നമ്മുടെ ഡോഗിന് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കിക്കേ, മൈ പെറ്റ് ഡോഗ്, ഡോഗ് ക്യാൻ റൺ അല്ലേ. ഡോഗ് ക്യാൻ റൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡോഗ് ക്യാൻ വാക്ക് എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അവിടെ ഫിഷിനെ തന്നിട്ടുണ്ട്. ഇനി മക്കൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഫിഷിനെ കുറിച്ചും ഇതേ രീതിയിൽ എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. മാച്ച് ദി പിക്ചേഴ്സ് വിത്ത് ദി സെൻറ്റൻസസ്, ഡ്രോ ലൈൻ ആൻഡ് മാച്ച് ദി പിക്ചേഴ്സ് വിത്ത് ദി സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദം. എന്താണ്? ഒന്നുമില്ല, നമുക്കൊരു സൈഡിൽ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ആനിമൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് സെൻറ്റൻസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സെൻറ്റൻസ് വായിച്ച് നോക്കുക. ഏത് പിക്ചറുമായിട്ടാണോ അത് മാച്ച് ചെയ്യുന്നത് അതിലോട്ട് വരച്ച് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ആനിമൽസിൻ്റെ പേരും അവയുടെ സൗണ്ട്സൊക്കെയാണ് അവിടെ സെൻറ്റൻസുകളായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം അല്ലേ. ആദ്യത്തേത് എന്താണ് മക്കളെ? സെൻറ്റൻസ് വായിക്കാം കേട്ടോ. ഐ സേ കോക്കെ ഡൂഡിൽ ഡൂ. അതാരതാണ് മക്കളെ? ഏതിലോട്ടാണ് വരച്ച് ചേർക്കേണ്ടത്?
കോക്കിലോട്ടാണല്ലേ തേർഡ് പിക്ചറിലോട്ടാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ സൗണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത നോക്കിക്കേ, ഐ ക്യാൻ ജമ്പ്, എനിക്ക് ചാടാനായിട്ട് കഴിയില്ലേ. കൂട്ടത്തിൽ ആരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഫസ്റ്റ് നിൽക്കുന്ന ആളെ നോക്കിക്കേ, ഫ്രോഗ് ഇല്ലേ, തവളയാണ് എന്ത് പറയുക, ഐ ക്യാൻ ജമ്പ്, എനിക്ക് ചാടാനായിട്ട് കഴിയില്ലേ. ഓക്കെ മക്കളെ, തേർഡ് സെൻറ്റൻസ് നോക്കിക്കേ, ഐ ആം ബ്ലാക്ക്, എൻ്റെ കളർ എന്താണ്, ഞാൻ ബ്ലാക്ക് ആണല്ലേ, ഞാൻ കറുത്തിട്ടാണ്. ആരാണ് മക്കൾ തന്നിട്ടുള്ളത് നല്ല കറുപ്പ് നിറമുള്ള ആൾ? നമ്മുടെ എലിഫൻ്റ് ആണല്ലേ. അപ്പോൾ അതിലോട്ട് വേണം അത് വരയ്ക്കാനായിട്ട്. അടുത്ത് നോക്കിക്കോ മക്കളെ, ഐ ആം എ ഡോഗ്, അത് മക്കൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ ആരാണ് ഡോഗ് എന്നുള്ളത്. അപ്പോൾ ഡോഗിൻ്റെ പിക്ചറിലോട്ട് ഇതേ കണക്ക് മക്കൾ വരച്ച് ചേർക്കണേ. അടുത്ത് നോക്കിക്കോ മക്കളെ, ഐ ലൈക്ക് ഫ്ലവേഴ്സ്, എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ആരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മുടെ ബി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അതിലോട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നാളത്തെ പരീക്ഷ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.